എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ മക്കൾക്ക് എക്സാമിന് ഷുവർ ആയിട്ടും വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇത് എൻ്റെ മക്കൾ എന്തായാലും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് പോകണം. അപ്പം നമുക്ക് നോക്കിയാലോ, ദേ ഇവിടെ ഒരാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന്. നമ്മൾ ഇത് നോക്കിയേ, ഈ ഒരു ബിൽഡിങ് നോക്കിയേ, ഈ ഒരു ബിൽഡിങ് ഈ ഒരു രീതിയിൽ, സോറി മിസ്സിന് കുറച്ച് ചുമയുണ്ട്, ഈ ഒരു രീതിയിൽ നിൽക്കണമെങ്കിൽ കുറച്ച് സിമെൻ്റ് എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ബിൽഡിങ് നിൽക്കുമോ പറഞ്ഞ, ഈ ഒരു രീതിയിൽ നിൽക്കുമോ ബിൽഡിങ്? ഇല്ല. അതിനുള്ളിൽ എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചർ വേണം. കമ്പിയൊക്കെ കൊണ്ട് കൃത്യമായിട്ടും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിൽഡിങ് ഇത്ര ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. സിമെന്റും പൂഴിയും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവോ, ഇത്ര ഭംഗിയിൽ ഉണ്ടാവോ? ഇല്ല. നമ്മളിപ്പോ ഇത് നോക്കിയ മിസ്സും നമ്മുടെ സ്വന്തം ആസിഫ് അലി അല്ലേ, അപ്പോൾ ഈ ഒരു രൂപം, ഇത്ര ഭംഗിയുള്ള ഈ ഒരു മുഖം ഉണ്ടാവണമെങ്കിൽ, ഈ ഒരു ശരീരം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. യെസ്, നോക്കിയേ, മിസ്സിന്റെ ഫോട്ടോ തന്നെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മളെ മനുഷ്യരൊക്കെ ഇങ്ങനെ ഒരു നിൽക്കാനും ഇരിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ബോഡി ഒരു കൃത്യമായിട്ട് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആണ് അല്ലേ. ഉള്ളിൽ കൃത്യമായിട്ട് എന്തുണ്ട്, യെസ്, അസ്ഥികളുണ്ട് അല്ലേ. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ. യെസ്, രൂപത്തിനും ബലത്തിനും, ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്, നമുക്ക് ഈ ഒരു ഷേപ്പ് നൽകുന്ന, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ ഉള്ള സ്ട്രെങ്ത്, നമുക്കൊരു ഈ ഭംഗിയുള്ള ഒരു ഷേപ്പ് ഒക്കെ നൽകുന്നത് ആരാ? യെസ്, ആരാ നോക്കിയാലോ. ഇവിടെ നോക്കിയേ, ഇവിടെ കുറേ ജീവികളുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇതെന്താണ്, ക്രാബ്, അതേപോലെ സ്നെയില്, ടോട്ടോയ്സ്, നമ്മുടെ പ്രോൺസ്, ഇതൊക്കെ നോക്കിയേ. ഈ ജീവികൾക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? എൻ്റെ മക്കളൊന്ന് നോക്കിയാൽ ഈ ഒരു ജീവികൾക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? യെസ്, കുറച്ച് പ്രത്യേകതകളുണ്ടല്ലേ. അവയിലൊക്കെ നോക്കിയേ, പുറത്തുള്ള ആ ഒരു ഷെല്ല് നോക്കിയേ, എല്ലാറ്റിനും പുറത്തൊരു ഷെല്ലുണ്ടല്ലേ. നമ്മുടെ ഈ തൊലിപ്പുറത്ത് എന്തെങ്കിലും ഷെൽസ് ഉണ്ടോ? ഇല്ല. ഇവരുടെ പുറത്ത് ഒരു കട്ടിയുള്ള ഷെല്ലുണ്ടല്ലേ. ആമയുടെ പുറത്ത് കയറി കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്ന ആ ഒരു ഫീലാണ് ഉണ്ടാവും അല്ലേ. അതേപോലെ സ്നെയിലായാലും ക്രാബിനായാലും പുറത്തൊരു ഹാർഡായിട്ടുള്ള ഷെല്ലുണ്ടല്ലേ. അതായത് ഒരു പുറം തോടുണ്ട്, ഒരു ഹാർഡ് ഷെല്ലുണ്ട് അല്ലേ. അവർക്ക് അതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്, അവരെങ്ങനെയാണ് അത് സംരക്ഷിച്ച് നിർത്തുന്നത് അല്ലേ. എന്താ പറയുക, അവരുടെ പുറത്തു നിന്നുള്ള ആ ഒരു ആക്രമണത്തിൽ നിന്നൊക്കെ അവരെ സംരക്ഷിച്ച് നിർത്താൻ ഈ ഒരു ഹാർഡായിട്ടുള്ള ഷെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട് അല്ലേ. നോക്കിയേ, ഈ ഒരു ജീവികൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്ത് ഒരു ഔട്ടർ ഷെല്ല് കാണപ്പെടുന്നുണ്ട്. ക്രാബിനായാലും നമ്മുടെ സ്നെയിലിനായാലും വണ്ടിനായാലും ഇതിനൊക്കെ എന്തുണ്ട്, പുറത്തൊരു ഔട്ടർ ഷെല്ലുണ്ട്. ഈ ഒരു ഷെല്ല് അവയെ എന്തിനു സഹായിക്കുന്നുണ്ട്, ഒരു ആകൃതിക്കും ഷേപ്പിനും അതേപോലെ സ്ട്രെങ്ത്, സംരക്ഷണത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഒച്ച്, വണ്ട്, ഞണ്ട്, ചിപ്പികൾ, ഇവയ്ക്കൊക്കെ മുതലായ ജീവികൾക്ക് എന്തുണ്ട്, കട്ടിയുള്ള ഒരു പുറന്തോടുണ്ട്. അതേപോലെ പഴുതാര, തേരട്ട, അവയ്ക്ക് എന്തുണ്ട്, തുടങ്ങിയ അവിടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയാണ്. ഇവരെ ഈ ഒരു സ്നെയിലിനെയും ക്രാബിനെയും ഒക്കെ അപേക്ഷിച്ച് അവർക്ക് എന്താണ്, കട്ടി കുറഞ്ഞ ഒരു പുറന്തോടാണുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, സ്നെയില്, ബീറ്റില്, ക്രാബ്, ഒയസ്റ്റേഴ്സ് എക്സെട്ര, ഇവർക്കൊക്കെ എന്തുണ്ട്, കട്ടിയുള്ള പുറന്തോട് ഉണ്ട്. അപ്പൊ അവരെ എങ്ങനെയൊക്കെയാണ് അവരെ സഹായിക്കുന്നത്, ഈ ഒരു മില്ലിപീഡനും സെന്റിപീഡനും കമ്പാരിറ്റീവ്ലി എന്താണ്, ഈ ഒരു ക്രാബിനെയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലെസ് ഹാർഡായിട്ടുള്ള ഒരു ഷെല്ലുണ്ട്. ഈ ഷെൽസ് അവരെ എന്തിനൊക്കെ സഹായിക്കുന്നു, പ്രൊട്ടക്ട് ദ ബോഡി പാർട്സ്, അവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ, അതായത് പുറത്തു നിന്നുള്ള ആ ഒരു ആക്രമണത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഈ ഒരു ഷെല്ല് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. എസ്കേപ്പ് ഫ്രം എനിമീസ്, ഈ ഒരു എനിമീസിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഔട്ടർ ഷെല്ല് അവരെ സഹായിക്കുന്നുണ്ട്. ദീസ് കവറിങ്സ് ഇൻ ഔട്ടർ സർഫേസ് ഓഫ് ദ ബോഡി കോൾഡ് എന്താണ്, എക്സോസ്കെൽട്ടൻ. ഈ ഒരു ഔട്ടർ ഷെല്ലിനെയാണ് എന്ത് പറയുക, ഈ ഒരു പുറം തോടിനെയാണ് എന്ത് പറയുക, എക്സോസ്കെൽട്ടൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥികൂടം എന്ന് പറയാം. അവരുടെ ഈ ഒരു ഔട്ടർ ഷെല്ലിൽ എന്താ പറയുക, എക്സോസ്കെൽട്ടൻ അല്ലെങ്കിൽ ബാഹ്യാസ്ഥികൂടം എന്ന് പറയാം. ഈ ഒരു
നോക്കിയേ, ഈ ഒരു ഫിഷിൻ്റെ സ്കെയിൽസ് ആയാലും ഈ ഒരു ബേർഡ്സിൻ്റെ ഫെദേഴ്സ് ആയാലും നോക്കിയേ, ഹോൺസ്, അതേപോലെ ഹെയർ, ഹൂവ്സ്, നെയിൽസ്, ഇതൊക്കെ എന്താണ്, നമ്മുടെ ഈ ഒരു എക്സോസ്കെൽറ്റൻ്റെ റെമനൻസ് ആണ്, ശേഷിപ്പുകളാണ്. അതായത് ഈ ഒരു പുറംതോടിൻ്റെ ശേഷിപ്പുകളാണ്. എക്സോസ്കെൽറ്റൻ്റെ റെമനൻസ് ആണ് എന്തൊക്കെ? സ്കെയിൽസ് ഓഫ് ഫിഷ്, ഫെദേഴ്സ് ഓഫ് ബേർഡ്സ്, ഹൂവ്സ്, ഹോൺസ്, നെയില്, അതേപോലെ ഹെയർ, ഇതൊക്കെ എന്താണ്? എക്സോസ്കെൽറ്റൻ്റെ എന്താണ്? ഈ ഒരു ബാഹ്യാസ്ഥികൂടത്തിൻ്റെ റെമനൻസുകളാണ്, ശേഷിപ്പുകളാണ്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയേ, ഈ ഒരു ടോർട്ടോയ്സിനായാലും ഈ ഒരു ബീറ്റിലിനായാലും വണ്ടിനായാലും എന്തുണ്ട്? ഒരു എക്സോസ്കെൽറ്റൻ ഉണ്ട്. അതായത് ഒരു ഹാർഡായിട്ടുള്ള ഒരു പുറംതോടുണ്ട്, ഹാർഡായിട്ടുള്ള ഒരു ഷെല്ലുണ്ട് അല്ലേ. ഇവരുടെ നല്ല ഭംഗിയുള്ള ഈ ഒരു നോക്കിയേ, നക്ഷത്രാമ, സ്റ്റാർ ടോർട്ടോയ്സ്, നക്ഷത്രാമ നോക്കിയേ, ഇവിടെ ഒരു ഗോൾഡൻ ബീറ്റിലാണ്. ഈ ബീറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊന്ന് തൊടാൻ തോന്നും, ഒന്ന് പിടിക്കാൻ തോന്നും, ഒന്ന് പറിക്കാൻ തോന്നും അല്ലേ. അപ്പം അതിനെന്ത് ചെയ്യും? ഈ ഒരു ഭംഗി അവയ്ക്ക് എന്ത് ചെയ്യും? യെസ്, അപകടങ്ങൾ വരുത്തി വെക്കും. അപ്പോൾ ഈ ഒരു ഭംഗി അവർക്ക് എന്താണ്? അപകടമാണ്. നമുക്ക് ഈ ഭംഗി കണ്ടാൽ ഈ ഒരു സ്റ്റാർ ടോർട്ടോയ്സിനാണെങ്കിലും ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അവയെ പിടിച്ചു കൊണ്ടുപോയിട്ടല്ലേ. അപ്പം ഈ ഒരു ഭംഗിയുള്ള ഷെല്ല്, ഔട്ടർ ഷെല്ല് അല്ലെങ്കിൽ ഈ ഒരു എക്സോസ്കെൽറ്റൻ അവർക്ക് എന്താണ്? അവർക്കൊരു ഭീഷണിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സോസ്കെൽറ്റനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സോസ്കെൽറ്റനെ കുറിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കണം. ഈ ഒരു എക്സോസ്കെൽറ്റൻ എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് എന്തായാലും എക്സാമിന് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കണം. ഹാർഡ് ഷെല്ലായിട്ടുള്ള കുറേ ജീവികൾക്ക് ഉദാഹരണം അല്ലെങ്കിൽ എക്സോസ്കെൽറ്റന് ഉദാഹരണങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് പറയും? ക്രാബ്, സ്നെയില്, ടോർട്ടോയ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രോൺസ്, ഇതൊക്കെ എന്താണ്? എക്സോസ്കെൽറ്റനുള്ള ജീവികൾക്ക് എന്താണ്? ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. ഇപ്പോൾ ബാക്കി കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നത് വരേക്കും ബൈ.